ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യെശയ്യായുടെ പുസ്തകം 27-ാം അധ്യായം. അന്ന് കർത്താവ് തൻ്റെ വലുതും അതിശക്തവുമായ കഠിന ഖഡ്ഗം കൊണ്ട് ലെവിയാഥനെ, പുളഞ്ഞു പായുന്ന ലെവിയാഥനെ ശിക്ഷിക്കും. സമുദ്രവ്യാളത്തെ അവിടുന്ന് കൊന്നുകളയും. അന്ന് മനോഹരമായ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് പാടുവിൻ. കർത്താവായ ഞാനാണ് അതിൻ്റെ സൂക്ഷിപ്പുകാരൻ. ഞാൻ അതിനെ നിരന്തരം നനയ്ക്കുന്നു. ആരും നശിപ്പിക്കാതിരിക്കാൻ ഞാൻ അതിന് രാപ്പകൽ കാവൽ നിൽക്കുന്നു. എനിക്ക് ക്രോധമില്ല. മുള്ളുകളും മുൾച്ചെടികളും മുളച്ചു വന്നാൽ ഞാൻ അവയോട് പൊരുതും. ഞാൻ അവയെ ഒന്നിച്ചു ദഹിപ്പിക്കും. അവയ്ക്ക് എൻ്റെ സംരക്ഷണം വേണമെങ്കിൽ എന്നോട് സമാധാന ഉടമ്പടി ചെയ്യട്ടെ, എന്നോട് സമാധാനത്തിൽ കഴിയട്ടെ. ഭാവിയിൽ യാക്കോബ് വേര് പിടിക്കും, ഇസ്രായേൽ പുഷ്പിക്കുകയും ശാഖകൾ വിരിക്കുകയും ചെയ്യും. ഭൂമി മുഴുവൻ അതിൻ്റെ ഫലങ്ങൾ കൊണ്ട് നിറയും. ഇസ്രായേലിൻ്റെ ശത്രുക്കളെ പ്രഹരിച്ചതുപോലെ അവിടുന്ന് ഇസ്രായേലിനെ പ്രഹരിച്ചിട്ടുണ്ടോ? ഇസ്രായേൽ ജനത്തിൻ്റെ ഘാതകരെ വധിച്ചതുപോലെ അവിടുന്ന് ഇസ്രായേൽ ജനത്തെ വധിച്ചിട്ടുണ്ടോ? അവിടുന്ന് അവരെ പ്രവാസത്തിൽ അയച്ച് ശിക്ഷിച്ചു. കിഴക്കൻ കാറ്റിൻ്റെ നാളിൽ അവിടുന്ന് അവരെ ഊതിപ്പറപ്പിച്ചു. അങ്ങനെ യാക്കോബിൻ്റെ പാപം പരിഹരിക്കപ്പെടും. അവൻ്റെ പാപമോചനത്തിൻ്റെ പൂർണ്ണ ഫലം ഇതാണ്. ചുണ്ണാമ്പ് കല്ല് പോലെ അവൻ ബലിപീഠത്തിൻ്റെ കല്ലുകൾ പൊടിച്ചു കളയുകയും അശേരാ പ്രതിഷ്ഠകളും ധൂപപീഠങ്ങളും നശിപ്പിക്കുകയും ചെയ്യും. ബലിഷ്ഠ നഗരം വിജനമായിരിക്കുന്നു. ജനനിബിഡമായ നഗരം മരുഭൂമി പോലെ വിജനവും ശൂന്യവുമായിരിക്കുന്നു. അവിടെ കാളക്കിടാവ് മേഞ്ഞു നടക്കുകയും വിശ്രമിക്കുകയും ഓരോ പൊടിപ്പും തകർക്കുകയും ചെയ്യുന്നു. മരച്ചില്ലകൾ ഉണങ്ങി ഒടിഞ്ഞു വീഴുന്നു. സ്ത്രീകൾ അത് ശേഖരിച്ച് തീ കത്തിക്കുന്നു. വിവേകം കെട്ട ഒരു ജനമാണിത്. അതിനാൽ അവരുടെ സൃഷ്ടാവിന് അവരുടെ മേൽ കാരുണ്യമില്ല. അവർക്ക് രൂപം നൽകിയവന് അവരിൽ പ്രസാദമില്ല. അന്ന് യൂഫ്രട്ടീസ് നദി മുതൽ ഈജിപ്ത് തോട് വരെ കർത്താവ് കറ്റമെതിക്കും. ഇസ്രായേൽ ജനമേ, നിങ്ങളെ ഓരോരുത്തരെയായി കർത്താവ് ശേഖരിക്കും. അന്ന് ഒരു വലിയ കാഹളധ്വനി ഉയരും. അസറിയായിൽ നഷ്ടപ്പെട്ടവരും ഈജിപ്തിലേക്ക് ഓടിക്കപ്പെട്ടവരും വന്ന് ജെറുസലേമിലെ വിശുദ്ധ ഗിരിയിൽ കർത്താവിനെ ആരാധിക്കും.